നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടിക്കെതിരെ ധർണയുമായി സഹകരണ ജനാധിപത്യ വേദി. സഹകരണ മേഖലയിൽ നടക്കുന്നത് വ്യാപക കൊള്ളയെന്ന് സണ്ണി ജോസഫ് MLA. ഫുട്ബോൾ ഫ്രണ്ട് ഓൾഡ് ട്രെയിനീസ് ടൂർണമെന്റ് ഡിസംബർ 22 മുതൽ 26 വരെ. പോലീസ് ടർഫിൽ നടക്കുന്ന മത്സരത്തിൽ 16 വയസ്സുവരെയുള്ള അക്കാഡമി ടീമും 45 വയസ്സിന് മുകളിലുള്ളവരുടെ വെറ്ററൽ ടീമും മത്സരിക്കും. കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടി. കാസർഗോഡ് സ്വദേശി സക്കറിയ എയർപോർട്ട് പോലീസ് കസ്റ്റഡിയിൽ. വിവാഹ തട്ടിപ്പ് വീരൻ കണ്ണൂരിൽ പിടിയിലായത് മാതമംഗലം സ്വദേശി പൊറോട്ട ബിജു. വാർത്തകൾ വിശദമായി. സഹകരണ ജനാധിപത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമനിർമ്മാണ നടപടികൾക്കെതിരെ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയിൽ വ്യാപക കൊള്ളയാണ് നടക്കുന്നതെന്ന് സണ്ണി ജോസഫ് ആരോപിച്ചു. കരുവന്നൂരിൽ മാത്രമല്ല തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. സഹകരണ മേഖലയിൽ വ്യാപകമായി തട്ടിപ്പ് നടക്കുകയാണ്. CPM നിയന്ത്രണത്തിലുള്ള റെയ്ഡ്കോ, റെപ്കോ സ്ഥാപനങ്ങൾക്ക് സർക്കാർ തുക വാരിക്കോരി നൽകുകയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പുതിയ സഹകാരികൾക്ക് അതറിയില്ലെങ്കിൽ അത് മറക്കാനുള്ള സമയമായിട്ടില്ല. അവര് കോഴിക്കോട്ട് നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും പ്രത്യേക ഹെലികോപ്റ്ററിലാണ് പരിയാരം മെഡിക്കൽ കോളേജിന്റെ മുകളിൽ പറന്നിറങ്ങി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എങ്കിൽ അത്ര കണ്ട് പരിയാരം മെഡിക്കൽ കോളേജിനെ എതിർത്തവരാണ്. അതിന്റെ ഉദ്ഘാടനത്തിന് പോലും അനുവദിക്കാത്തവരാണ്. ഇത് സംബന്ധിച്ച് നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരമില്ലെന്നും സണ്ണി ജോസഫ് MLA കൂട്ടിച്ചേർത്തു. മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം നിയമ ഭേദഗതി, കാർഷിക വായ്പാ സംഘങ്ങളുടെ മോഡൽ ബൈലോ അംഗീകരിക്കൽ, സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്ന CPM അഴിമതിയും സ്വജനപക്ഷപാതവും എന്നിവയ്ക്കെതിരെയാണ് ധർണ സംഘടിപ്പിച്ചത്. രഞ്ജിത്ത് നാറാത്ത് അധ്യക്ഷത വഹിച്ചു. M രാജു, മുണ്ടേരി ഗംഗാധരൻ, മനോജ് പൂവേരി, K പ്രമോദ്, BT മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു. 7 നിലകളിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പയ്യന്നൂർ സഹകരണ ആശുപത്രി മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. 1919 ബ്രിട്ടീഷ് ഭരണകാലത്ത് റൂറൽ ഡിസ്പെൻസറിയായിരുന്ന കെട്ടിടമാണ് ഇന്ന് തലയെടുപ്പോടെ ഒരു ജനതയ്ക്ക് അത്യാധുനിക ചികിത്സയ്ക്കായി ഒരുക്കി നൽകിയത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 104 കോടി രൂപ ചിലവിലാണ് ആശുപത്രി കെട്ടിടം നിർമ്മിച്ചത്. ആരോഗ്യ പരിരക്ഷ എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്ന നിലയിൽ പൊതുജനാരോഗ്യ സംവിധാനമാകെ മാറി. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സാർവത്രിക വികസനം എന്നതിലൂടെ നവകേരളം സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ വിവാദങ്ങളിലൂടെ ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് ചിലരുടെ ശ്രമം. ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്, ആരും മറക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ ജില്ലയെടുത്താൽ 82 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഈ ജില്ലയിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിരുന്നു. അതിൽ 5 ഈ പയ്യന്നൂർ മണ്ഡലത്തിലുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തിൻ്റെ പ്രത്യേകതകൾ, ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെയുള്ള എല്ലാ പൗരന്മാർക്കും തുല്യമായി ലഭ്യമാവുക, ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് ഉറപ്പാക്കുകയാണ്. അതാണ് നാം നേരത്തെ പറഞ്ഞ സാമൂഹിക നീതി അധിഷ്ഠിതമായ അതേസമയം സാർവത്രികമായ വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിപ അടക്കമുള്ള സാംക്രമിക രോഗങ്ങൾ പടരുന്നത് സംബന്ധിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിശദമായ പഠനം നടത്തും. ഇതിനുള്ള പ്രപ്പോസലുകൾ സമർപ്പിക്കും. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായത്തോടെയാവും പഠനം. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി ശൈലി ആപ്പിന് രൂപം നൽകി കഴിഞ്ഞു. കേരളീയ ആരോഗ്യ തരംഗത്തിന്റെ ജനകീയ സ്വഭാവം കൊണ്ടാണ് നിപയുടെ 2ാം വരവിനെ പ്രതിരോധിക്കാനായത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. ഇടതുപക്ഷ സർക്കാരിന്റെ ആരോഗ്യ നയങ്ങളാണ് കഴിഞ്ഞ 7 വർഷങ്ങൾക്കിടയിൽ കേരള ആരോഗ്യ മേഖലയിലുണ്ടായ മുന്നേറ്റങ്ങൾക്ക് കാരണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആരോഗ്യ സൂചികയിൽ മുന്നിട്ട് നിൽക്കുമ്പോഴും ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിന് വെല്ലുവിളിയാണെന്നും അവ നേരിടുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ MLA C കൃഷ്ണൻ മുഖ്യാതിഥിയായി. TI മധുസൂദനൻ MLA, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP വത്സല, നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VV സജിത, T വിശ്വൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MP ജീജ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനിൽകുമാർ,
അനിൽകുമാർ, മുൻ MLA-മാരായ TV രാജേഷ്, MV ജയരാജൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ CK ജീവൻലാൽ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ രണ്ടാം വന്ദേ ഭാരതിന് കണ്ണൂരിൽ ഉജ്ജ്വല സ്വീകരണം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:08 കണ്ണൂരിലെത്തിയ ട്രെയിൻ 12 മിനിറ്റോളം റെയിൽവേ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ട് 2:20 പുറപ്പെട്ടത്. ലോക്കോ പൈലറ്റുമാർക്ക് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രക്കാർക്കും കാഴ്ചക്കാർക്കും മധുരം നൽകി. BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ്, കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA, KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ എന്നിവർ ട്രെയിനിൽ കയറി ഉൾഭാഗങ്ങൾ സന്ദർശിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ കണ്ണൂരിൽ നിന്നും ട്രെയിനിൽ കയറി. സ്വീകരണത്തിന്റെ ഭാഗമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വിവിധ കലാപരിപാടികളും നടന്നു. യുവതലമുറയെ കായിക മേഖലയിലേക്ക് ആകർഷിച്ച് ലഹരിമരുന്ന് ഉപയോഗത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച സിന്തറ്റിക് ട്രാക്കിന്റെയും ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീർച്ചയായും മെഡിക്കൽ കോളേജിന്റെ കായിക മുന്നേറ്റത്തിന് അങ്ങേയറ്റം സഹായകമാകും. എന്നാൽ അതോടൊപ്പം തന്നെ ജില്ലയിലെ കായിക മുന്നേറ്റത്തിനും ഇത് ഉപകരിക്കും എന്നാണ് നാം കാണേണ്ടത്. ഇവിടെ പറയുകയുണ്ടായി, ഖേലോ ഇന്ത്യ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയാണ് 7 കോടി രൂപ ചെലവിടുന്ന ഈ നവീന സിന്തറ്റിക് ട്രാക്ക് നിർമ്മിച്ചിട്ടുള്ളത്. 2016 അധികാരത്തിലുണ്ടായിരുന്ന LDF സർക്കാരിൻ്റെ കാലത്ത് പ്രത്യേക താല്പര്യപ്പെട്ട് ആവശ്യപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു. കായിക മേഖലയ്ക്ക് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. 1000 കേന്ദ്രങ്ങളിലായി 5 ലക്ഷം കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനവും നൽകുന്നുണ്ട്. 5 ഘട്ടങ്ങളിലായാണ് പരിശീലനം നൽകുക. 3 ഫുട്ബോൾ അക്കാദമി സംസ്ഥാനത്ത് തുടങ്ങിക്കഴിഞ്ഞു. പഞ്ചായത്തുകളിലെ ഓരോ വാർഡിലും കളിക്കളം ഒരുക്കും. പരിയാരം മെഡിക്കൽ കോളേജിനെ സർക്കാർ സവിശേഷമായാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 7 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജിനെ ശാക്തീകരിക്കാനും സംരക്ഷിക്കാനും ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി. ഇനിയും തുടരുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കേ മലബാറിൽ നിർമ്മിക്കുന്ന ലോക നിലവാരത്തിലുള്ള ആദ്യത്തെ സിന്തറ്റിക് ട്രാക്കാണിത്. ഇതിനായി 7 കോടി രൂപ അനുവദിച്ചിരുന്നു. IAAF സ്റ്റാൻഡേർഡ് 8 ലൈൻ സിന്തറ്റിക് ട്രാക്ക്, ജമ്പിംഗ് പിറ്റ്, ട്രാക്കിന്റെ സുരക്ഷയ്ക്കായുള്ള ഫെൻസിംഗ്, കാണികൾക്കായുള്ള പവലിയൻ, കായിക താരങ്ങൾക്ക് വസ്ത്രം മാറുന്നതിനുള്ള മുറി, ശുചിമുറി തുടങ്ങിയവയാണ് ഇവിടെയുള്ളത്. MLA ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുട്ബോൾ പുൽമൈതാനം സജ്ജമാക്കിയത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ മേൽനോട്ടത്തിൽ ന്യൂഡൽഹി സിൻകോട്ട് ഇന്റർനാഷണലാണ് ട്രാക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതോടെ ജില്ലയിലെ സിന്തറ്റിക് ട്രാക്കുകളുടെ എണ്ണം 4 ചടങ്ങിൽ M. വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, കളക്ടർ S. ചന്ദ്രശേഖർ, മുൻ MLA TV രാജേഷ്, തിരുവനന്തപുരം സായി പ്രിൻസിപ്പൽ ഡോക്ടർ G. കിഷോർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. കായിക വകുപ്പ് ചീഫ് എഞ്ചിനീയർ PK അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ, കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ, മെഡിക്കൽ കോളേജ് മുൻ ചെയർമാൻ MV ജയരാജൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KK പവിത്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം T. തമ്പാൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CI വത്സല ടീച്ചർ, വാർഡ് അംഗം VA കോമളവല്ലി, കായിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ TR ജയചന്ദ്രൻ, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ APM മുഹമ്മദ് അഷറഫ്, പ്രിൻസിപ്പൽ ഡോക്ടർ TK പ്രേമലത, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടിക്കെതിരെ ധർണയുമായി സഹകരണ ജനാധിപത്യ വേദി. സഹകരണ മേഖലയിൽ നടക്കുന്നത് വ്യാപക കൊള്ളയെന്ന് സണ്ണി ജോസഫ് MLA. ഫുട്ബോൾ ഫ്രണ്ട് ഓൾഡ് ട്രെയിനീസ് ടൂർണമെന്റ് ഡിസംബർ 22 മുതൽ 26 വരെ. പോലീസ് ടർഫിൽ നടക്കുന്ന മത്സരത്തിൽ 16 വയസ്സുവരെയുള്ള അക്കാദമി ടീമും 45 വയസ്സിന് മുകളിലുള്ളവരുടെ വെറ്ററൽ ടീമും മത്സരിക്കും. കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടി. കാസർഗോഡ് സ്വദേശി സക്കറിയ എയർപോർട്ട് പോലീസ് കസ്റ്റഡിയിൽ. വിവാഹ തട്ടിപ്പ് വീരൻ കണ്ണൂരിൽ പിടിയിലായത് മാതമംഗലം സ്വദേശി പൊറോട്ട ബിജു. ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ജിമാർട്ട് ഗോൾഡ് ഗാല ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, 1 കിലോ സ്വർണം, 5 മാരുതി ഇഗ്നിസ് കാറുകൾ നേടും. കൂടാതെ ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തയിലേക്ക്. ഫുട്ബോൾ ഫ്രണ്ട് ഓൾഡ് ട്രെയിനീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2ാമത് NT കരുണാകരൻ K കുഞ്ഞിരാമൻ സ്മാരക നയൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ 22 മുതൽ 26 വരെ കണ്ണൂർ പോലീസ് ടർഫിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 16 വയസ്സുവരെയുള്ള അക്കാദമി ടീമുകളും 45 വയസ്സിന് മുകളിലുള്ളവരുടെ വെറ്ററൽ ടീമുകളും ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. മുൻ ഇന്ത്യൻ താരങ്ങളായ KV ശിവദാസും അതുപോലെ തന്നെ NP പ്രദീപും പങ്കെടുക്കുന്നുണ്ട്. ഈ ഫുട്ബോൾ ഫ്രണ്ട് ഓൾഡ് ട്രെയിനീസ് അസോസിയേഷന്റെ ഭാരവാഹികളായിട്ടുള്ള S കിഷോർ കുമാർ, അതുപോലെ തന്നെ MK ഷാജി എന്നിവരും ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. കൂടെ ഞാൻ രാജേഷ് കുമാർ. അക്കാദമി വിഭാഗങ്ങളിൽ ചാമ്പ്യന്മാരാവുന്ന ടീമിന് 25,000 രൂപയും റണ്ണറപ്പിന് 15,000 രൂപയും പ്രൈസ് മണി നൽകും. വെറ്ററൽ വിഭാഗത്തിൽ ചാമ്പ്യന്മാരാവുന്ന ടീമിന് 30,000 രൂപയും റണ്ണറപ്പിന് 20,000 രൂപയുമാണ് നൽകുന്നത്. തമിഴ്നാട്, കർണാടക, ഒറീസ എന്നിവിടങ്ങളിൽ നിന്നടക്കം ടീമുകൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ മുൻ ദേശീയ താരങ്ങളായ KV ശിവദാസ്, NP പ്രദീപ്, CC മുഹമ്മദ് നിസാർ, S കിഷോർ കുമാർ, V രാജേഷ് പ്രേം തുടങ്ങിയവർ പങ്കെടുത്തു. INTUC മുണ്ടേരി മണ്ഡലം കൺവെൻഷൻ കുടുക്കിമൊട്ട LP സ്കൂളിൽ വെച്ച് നടന്നു. INTUC കണ്ണൂർ ജില്ലാ സെക്രട്ടറി AT നിശാന്ത് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾ മുതൽ മില്ലിൽ വർക്ക് ചെയ്യുന്ന സ്കിൽഡ് ലേബേഴ്സ് വരെ INTUCന്റെ കൊടിക്കൂറ കീഴിൽ വരുന്ന വിഭാഗങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ശക്തി നമ്മൾ തന്നെ തിരിച്ചറിയാത്ത ഒരവസ്ഥയിലാണ് നമ്മളൊക്കെ തന്നെ ഇരിക്കുന്നത്. ആ പ്രസ്ഥാനമാണിത്. അതായത് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന തൊഴിലാളി പ്രസ്ഥാനം നമ്മുടെ പൂർവ്വ പിതാമഹന്മാർ, അതായത് കോൺഗ്രസിനെ നയിച്ച പൂർവ്വ പിതാമഹന്മാരെ ഉണ്ടാക്കി വെച്ച ഒരു പ്രസ്ഥാനമാണ്.
ജില്ലാ സെക്രട്ടറി കട്ടേരി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. INTUC മണ്ഡലം പ്രസിഡന്റ് P. സദാനന്ദൻ, മുണ്ടേരി ഗംഗാധരൻ, ലക്ഷ്മണൻ തുണ്ടിക്കോത്ത്, C. പവിത്രൻ, T. K. ലക്ഷ്മണൻ, K. രാജീവൻ മാസ്റ്റർ, E. K. ചാന്ദിനി, M. V. സനൽ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടേരി ഈസ്റ്റ് LP സ്കൂൾ 1990 5ാം ക്ലാസ് ബാച്ചിന്റെ ആഭിമുഖ്യത്തിൽ 90s എന്റെ സ്കൂൾ എന്ന പേരിൽ സ്കൂളിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. പൂർവ്വ വിദ്യാർത്ഥിയും മയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ KP ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. KK സജേഷ് അധ്യക്ഷത വഹിച്ചു. T. സോജു, V. സുനിത, P. റീജ, P. ഹാരിസ്, P. ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഇവിടെ കൂടിച്ചേരുന്നത്. ഇപ്പോൾ നമ്മൾ ആരും തന്നെ ഗിരീഷോ അല്ലെങ്കിൽ സോജുവോ ഇപ്പോഴത്തെ രീതിയിലുള്ള ആളുകൾ, നമ്മളെല്ലാം പഴയ വിദ്യാർത്ഥികളാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ സത്യത്തിൽ ഈ മുണ്ടേരി ഈസ്റ്റ് LP സ്കൂളിൽ വരുന്ന സമയത്ത് ഞാൻ ആ പഴയ കുട്ടി തന്നെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അധ്യാപകരോടുള്ള ഒരു ഭയവും ബഹുമാനവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു. തുടർന്ന് വിവിധ കലാകായിക പരിപാടികളും അരങ്ങേറി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വീണ്ടും സ്വർണം പിടികൂടി. കാസർഗോഡ് സ്വദേശി സക്കറിയ പാട്ടില്ലത്തിനെ എയർപോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു സ്വർണം. പിടികൂടിയ സ്വർണത്തിന് ഏകദേശം 60 ലക്ഷത്തോളം രൂപ വില വരും. എയർപോർട്ട് പോലീസിന്റെ കസ്റ്റംസ് ക്ലിയറൻസിന് ശേഷം ദുബായിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 748 വിമാനത്തിൽ വന്ന യാത്രക്കാരനിൽ നിന്നായിരുന്നു സ്വർണം പിടികൂടിയത്. ഇയാളുടെ ലഗേജിനകത്തുണ്ടായിരുന്ന മിക്സ്ചർ ഗ്രൈൻഡറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം കൊണ്ടുവന്നത്. അന്താരാഷ്ട്ര അറൈവൽ ടെർമിനലിന് പുറത്ത് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും കൈവശമുണ്ടായിരുന്ന ലഗേജ് പോലീസ് പരിശോധിക്കുകയുമായിരുന്നു. വിവാഹത്തട്ടിപ്പും മോഷണവുമടക്കം നിരവധി കേസുകളിലെ പ്രതിയെ ടൗൺ പോലീസ് പിടികൂടി. മാതമംഗലം വെള്ളോറ സ്വദേശി ബിജു ആന്റണി എന്ന പൊറോട്ട ബിജുവിനെയാണ് പിടികൂടിയത്. ടൗൺ ഇൻസ്പെക്ടർ PA ബിനു മോഹനും സ്ക്വാഡുമാണ് പ്രതിയെ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തത്. വിവാഹ പരസ്യങ്ങളിൽ കാണുന്ന സ്ത്രീകളെ പരിചയപ്പെട്ട് അവരുടെ സ്വർണവും പണവും തട്ടുകയാണ് ബിജു ആന്റണിയുടെ പ്രധാന ലക്ഷ്യം. ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തട്ടിപ്പിനിരയായ ഒരു യുവതിയുടെ 40,000 രൂപയും 1.5 പവൻ സ്വർണവും തട്ടിയ കേസിലാണ് ഇപ്പോൾ ബിജു പിടിയിലായത്. പട്ടേൽ റോഡ് കാഞ്ഞിരത്തറ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് നവീകരണ പ്രവൃത്തി നടത്തി. ചെളിവെള്ളം കെട്ടിനിൽക്കുന്ന ഭാഗങ്ങളിൽ മണ്ണും കല്ലുകളും നിരത്തിയാണ് റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തിയത്. കാൽനടയാത്ര പോലും ദുഷ്കരമായ വഴിയിൽ ഇതോടെ യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാനാവും. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 1 ഗ്രാം സ്വർണം 5495, പവന് 43,960 രൂപ, വെള്ളി 79 രൂപ. അറിയിപ്പ്. വന്യജീവി വാരാഘോഷം ഒക്ടോബർ 2 മുതൽ. പ്രതിജ്ഞ 5-ന് വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ. വനംവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വന്യജീവി വാരാഘോഷം ഒക്ടോബർ 2 മുതൽ 8 വരെ നടക്കും. വിദ്യാർത്ഥികൾക്കായുള്ള ജില്ലാതല മത്സരങ്ങൾ 2, 3 തീയതികളിൽ നടക്കും. വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ബോധവൽക്കരണം, ജനപങ്കാളിത്തത്തോടെയുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയാണ് വാരാഘോഷത്തിന്റെ ലക്ഷ്യം. മട്ടന്നൂരിൽ സമഗ്ര കായിക പോഷണ പദ്ധതി. സ്കൂൾ കുട്ടികൾക്ക് ശാസ്ത്രീയമായി കായിക പരിശീലനം നൽകുന്നതിനായി സമഗ്ര കായിക പോഷണ പദ്ധതി നടപ്പിലാക്കി മട്ടന്നൂർ നഗരസഭ. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ തരംഗം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പാക്കുന്നത്. വിരമിച്ച കായിക അധ്യാപകരെയും കായിക ബിരുദം നേടിയ തൊഴിൽ രഹിതരായ യുവതിയുവാക്കളെയും ഉപയോഗപ്പെടുത്തി സ്കൂളുകളിൽ ശാസ്ത്രീയമായി വ്യായാമ മുറകളും കായിക ഇനങ്ങളും പരിശീലിപ്പിക്കുകയാണ് ലക്ഷ്യം. നിലവിൽ നഗരസഭയിലെ 20 സ്കൂളുകളിൽ 2 സ്കൂളുകളിൽ മാത്രമേ കായിക അധ്യാപകരുള്ളൂ. ഓണാശംസ കാർഡ് നിർമ്മാണ വിജയികൾ. ശുചിത്വ മിഷനും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാശംസ കാർഡ് നിർമ്മാണ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. വിജയികൾക്ക് യഥാക്രമം 5000, 3000, 2000 സമ്മാനത്തുക ലഭിക്കും. തപാൽ അദാലത്ത് 29-ന്. കേരള പോസ്റ്റൽ സർക്കിൾ നോർത്തേൺ റീജിയണൽ തപാൽ അദാലത്ത് സെപ്റ്റംബർ 29-ന് രാവിലെ 11-ന് കോഴിക്കോട് നടക്കാവ് നോർത്തേൺ റീജിയണൽ പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ ഓഫീസിൽ ഓൺലൈനായി നടക്കും. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള ലെറ്റർ പോസ്റ്റ്, മണി ഓർഡർ, പാഴ്സലുകൾ, സ്പീഡ് പോസ്റ്റ്, സേവിംഗ് ബാങ്ക് തുടങ്ങിയ സംബന്ധമായ പരാതികൾ PP ജലജ, അസിസ്റ്റന്റ് ഡയറക്ടർ, പോസ്റ്റ് മാസ്റ്റർ ജനറൽ, നോർത്തേൺ റീജിയണൽ, നടക്കാവ്, കോഴിക്കോട് 673011 എന്ന വിലാസത്തിൽ സെപ്റ്റംബർ 26-നകം ലഭിക്കണം.
സീറ്റ് ഒഴിവ്. ഉദുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MA സോഷ്യൽ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഹിസ്റ്ററി വിഷയത്തിൽ SC/ST എന്നീ വിഭാഗങ്ങളിൽ സീറ്റ് ഒഴിവുണ്ട്. അർഹരായ വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പ് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ 26-ന് കോളേജിൽ നേരിട്ട് ഹാജരാവണം. MBBS ഉദ്യോഗാർത്ഥികൾ പേര് രജിസ്റ്റർ ചെയ്യണം. സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നിവിടങ്ങളിലെ മെഡിക്കൽ ഓഫീസർ താൽക്കാലിക ഒഴിവുകളിലേക്ക് പരിഗണിക്കാൻ താൽപ്പര്യമുള്ള MBBS ബിരുദവും കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 30-നകം പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണം. സ്വാശ്രയ DLED ഇന്റർവ്യൂ 2023-25 വർഷത്തേക്കുള്ള സ്വാശ്രയ DLED റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഗവൺമെന്റ് സയൻസ് വിഭാഗം ഷുവർ ലിസ്റ്റ് ഇന്റർവ്യൂ ഒക്ടോബർ 3-ന് രാവിലെ 8 മണി, വെയിറ്റിംഗ് ലിസ്റ്റ് രാവിലെ 9 മണി. ഹ്യൂമാനിറ്റീസ് വിഭാഗം ഷുവർ ലിസ്റ്റ് ഇന്റർവ്യൂ ഒക്ടോബർ 4-ന് രാവിലെ 8 മണി, വെയിറ്റിംഗ് ലിസ്റ്റ് രാവിലെ 9 മണി. കൊമേഴ്സ് വിഭാഗം ഷുവർ ലിസ്റ്റ് ഇന്റർവ്യൂ ഒക്ടോബർ 5-ന് രാവിലെ 8 മണി എന്നിങ്ങനെ നടക്കും. താൽപ്പര്യപത്രം ക്ഷണിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗപ്പെട്ടവർക്ക് യൂണിഫോം, സായുധ സേനകളിൽ പ്രവേശനം ലഭിക്കുന്നതിനായി പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിംഗ് നൽകുന്നതിന് യോഗ്യതയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും താൽപ്പര്യപത്രം ക്ഷണിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടിക്കെതിരെ ധർണയുമായി സഹകരണ ജനാധിപത്യ വേദി. സഹകരണ മേഖലയിൽ നടക്കുന്നത് വ്യാപക കൊള്ളയെന്ന് സണ്ണി ജോസഫ് MLA. ഫുട്ബോൾ ഫ്രണ്ട് ഓൾഡ് ട്രെയിനീസ് ടൂർണമെന്റ് ഡിസംബർ 22 മുതൽ 26 വരെ. പോലീസ് ടർഫിൽ നടക്കുന്ന മത്സരത്തിൽ 16 വയസ്സുവരെയുള്ള അക്കാഡമി ടീമും 45 വയസ്സിന് മുകളിലുള്ളവരുടെ വെറ്ററൽ ടീമും മത്സരിക്കും. കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടി. കാസർഗോഡ് സ്വദേശി സക്കറിയ എയർപോർട്ട് പോലീസ് കസ്റ്റഡിയിൽ. വിവാഹ തട്ടിപ്പ് വീരൻ കണ്ണൂരിൽ പിടിയിലായത് മാതമംഗലം സ്വദേശി പൊറോട്ട ബിജു. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.